എല്ലാവർക്കും എംപവറിംഗ് യു ചാനലിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സുഗമമായി സംസാരിക്കാൻ മലയാളത്തിൽ ഒരു ഫോർമുല. Let us learn important daily use sentences including questions and answers in present tense. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില ചെറിയ ചെറിയ വാചകങ്ങൾ, അതിൽ ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും അത് ഉത്തരങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ വാചകങ്ങൾ എങ്ങനെ സ്വന്തമായി ഉണ്ടാക്കാം, അതുണ്ടാക്കി എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു സൂത്രമാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രസൻറ്റ് ടെൻസിനെ പറ്റിയുള്ള അതിൻ്റെ ചില നിയമങ്ങളും ചെറിയ ചെറിയ നിയമങ്ങളൊക്കെ വിവരിച്ചിരുന്നു. അതിൽ പൊതുവായിട്ട് മെയിനായിട്ട് പഠിച്ചത് നമ്മൾ ഈസ്, ആർ, ആം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അത് ഈസ്, ആർ, ആം എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു, ആണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഡു, ഡസ്, ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത് പതിവായി പറയുന്ന കാര്യങ്ങൾക്കാണ് ഡു, ഡസ് ഉപയോഗിക്കുന്നത്, സ്ഥിരമായി പറയുന്ന കാര്യങ്ങൾക്ക്. പിന്നെ ഹാസ്, ഹാവ്, ഉണ്ട്, ഉണ്ടോ, ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹാസ്, ഹാവ്. ഇതൊക്കെ നമ്മൾ വിവരിച്ചിരുന്നു. ഇത് ഇനിയും അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പൊതുവായി ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. നോക്കിക്കോളൂ, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബിഗിനേഴ്സ്, തുടക്കക്കാർക്കാണ്. ഇംഗ്ലീഷ് മിക്കവാറും ആൾക്കാർക്ക് ഇതെല്ലാം അറിയായിരിക്കാം, പക്ഷേ എന്നാലും ചില ആൾക്കാർക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇത് വിവരിക്കുന്നത്. വാട്ട്, എന്ത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ട് ഉപയോഗിക്കുന്നത്. വൈ, എന്തിന്, എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. വെൻ, എപ്പോൾ അല്ലെങ്കിൽ അപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ്. വേർ, എവിടെ. വിച്ച്, ഏത്. ഹൂസ്, ആരുടെ. ഹും, ആരെ. ഹൗ, എങ്ങനെ. ഹൗ മെനി അല്ലെങ്കിൽ ഹൗ മച്ച്, എത്ര. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം ഇത്ര പറഞ്ഞ കാര്യങ്ങൾ. എന്ത് എന്ന് പറയാൻ വാട്ട് ആണ്, എന്തിനെന്ന് പറയാൻ വൈ ആണ്, എപ്പോൾ എന്ന് പറയാൻ വെൻ ആണ്, എവിടെ എന്ന് പറയാൻ വേർ ആണ്, ഏത് എന്ന് പറയാൻ വിച്ച് ആണ്, ആരുടെ എന്ന് പറയാൻ ഹൂസ്, ഹും എന്ന് പറയാൻ ആരെ, ഹൗ, എങ്ങനെ, ഹൗ മെനി, ഹൗ മച്ച്, എത്ര. ഇതേമാതിരി ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മീ എന്ന് പറഞ്ഞാൽ എന്നെ, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത്. എന്നെ, എൻ്റെ അല്ലെങ്കിൽ എന്നെ, ഞാൻ, എന്നെ, എൻ്റെ, എൻ്റേത്. ഞാൻ, എന്നെ, എൻ്റെ, എൻ്റേത്. ഐ, മീ, മൈ, മൈൻ. ഇതിൻ്റെ വ്യത്യാസം, അർത്ഥം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതിന് മീനിങ്, മലയാളത്തിലുള്ള മീനിങ് ഇതാണ് ഞാൻ പറയുന്ന ഈ മലയാളം ഫോർമുല എന്ന് പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മീ എന്ന് പറഞ്ഞാൽ എന്നെ, മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ. അതേമാതിരി യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയാൻ യു എന്ന് ഉപയോഗിക്കും. നിങ്ങളെ എന്ന് പറയാനും അത് തന്നെ യു തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിൻ്റെ എന്ന് പറയാൻ യുവർ, നിൻ്റേത് എന്ന് പറയാൻ യുവേഴ്സ്. പിന്നെ വി, നമ്മൾ, അസ്, നമ്മളെ, അവർ, നമ്മുടെ, അവേഴ്സ്, നമ്മുടേത്. നമ്മൾ, നമ്മളെ, നമ്മുടെ, നമ്മുടേത്. ദേ എന്ന് പറഞ്ഞാൽ അവർ, ദം എന്ന് പറഞ്ഞാൽ അവരെ, ദേർ എന്ന് പറഞ്ഞാൽ അവരുടെ, ദേർസ് എന്ന് പറഞ്ഞാൽ അവരുടേത്. ഹി എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അയാൾ, ഹിം എന്ന് പറഞ്ഞാൽ അവനെ, ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ, അവൻ്റേതെന്ന് പറയാനും ഹിസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഷീ, അവൾ, ഹെർ എന്ന് പറഞ്ഞാൽ അവളെ. പിന്നെ അവളുടെ എന്ന് പറയാനും ഹെർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹെർസ് എന്ന് പറഞ്ഞാൽ അവളുടേത്. നോക്കിക്കോളൂ, ഇറ്റ്, ഇത് എന്ന് പറയാൻ ഇറ്റ് ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ എന്ന് പറയാൻ ഇറ്റ്സ് എന്ന് പറയും. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ദറ്റ് എന്ന് പറഞ്ഞാൽ അത്, ദീസ് എന്ന് പറഞ്ഞാൽ ഇവ, ദോസ് എന്ന് പറഞ്ഞാൽ അവ. ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് ഇത് നിങ്ങൾ ഫുൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി
മുമ്പോട്ടേക്ക് നോക്കൂ. ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ മുമ്പോട്ടേക്ക് പറയുന്നതായിരിക്കും. ഈ ഈസ്, ആർ, ആം പറഞ്ഞല്ലോ, അതെങ്ങനെ ഉപയോഗിക്കാം. അതേമാതിരി ഈ ഡു, ഡസ്, ഈ രണ്ടും ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മീനിങ് ഒക്കെ ഏകദേശം ഒരേ മാതിരി ആയിരിക്കും കേൾക്കുമ്പോൾ. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ. സിമ്പിളായിട്ട് പറയുന്നത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ, അയാൾ പത്രം വായിക്കുന്നു. ഹീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ എന്നും പറയാം, അതും അയാൾ പത്രം വായിക്കുന്നു തന്നെയാണ്. ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ, ഹീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ. ബട്ട് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പതിവായി പറയുന്ന ഒരു കാര്യത്തിനാണ് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ അയാൾ പത്രം വായിക്കാറുണ്ട്, പതിവായി സ്ഥിരമായി പത്രം വായിക്കാറുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ എന്ന് പറയേണ്ടത്. ഇപ്പം അയാളൊരു പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എല്ലാ ദിവസവും അയാൾ വായിക്കാറില്ല. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഹീ ഈസ് റീഡിങ് എ ന്യൂസ് പേപ്പർ, അയാൾ ഇപ്പോൾ ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനാണ് ഈസ്, ആം, ആറൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ. അല്ലാതെ സിമ്പിളായിട്ട് പറയുന്ന കാര്യത്തിന് നമ്മൾ ഈസും ആറും ഒന്നും വേണ്ട, ജസ്റ്റ് ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ മതി. അത് സ്ഥിരമായി പതിവായി പറയുന്ന കാര്യമാണ്. ഇത് ക്ലിയറായിട്ട് മനസ്സിലായല്ലോ. ഇത് നോക്കിക്കോളൂ. ഇതിൻ്റെ തന്നെ നെഗറ്റീവ്സ് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഹീ ഡസൻ റീഡ് ന്യൂസ് പേപ്പർ. ഒരാളാണെങ്കിൽ ഡസൻറ്റ് എന്ന് ഉപയോഗിക്കും. രണ്ടിൽ അധികമോ ആൾക്കാരുണ്ട് പറ്റിയാണ് ദേ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഡോണ്ട് എന്ന് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നതാണെങ്കിലും ഡോണ്ട് എന്ന് ഉപയോഗിക്കും. ഐ ഡോണ്ട് റീഡ് ന്യൂസ് പേപ്പർ എന്ന് പറയുക. ദേ ഡോണ്ട് റീഡ് ന്യൂസ് പേപ്പർ എന്ന് പറയുക. ദേ റീഡ് ന്യൂസ് പേപ്പർ എന്ന് പറയും. ഐ റീഡ് ന്യൂസ് പേപ്പർ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കൂ. ഹീ ഡസൻ റീഡ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ അയാൾ പത്രം വായിക്കാറില്ല എന്നാണ്. വായിക്കുന്നില്ല എന്ന് പറയാനും അത് തന്നെ ഉപയോഗിക്കും. പക്ഷേ പത്രം വായിക്കാറില്ല, അത് സ്ഥിരമായി പത്രം വായിക്കാറില്ല എന്ന് പറയുമ്പോഴാണ് ഹീ ഡസൻ റീഡ് ന്യൂസ് പേപ്പർ എന്ന് ഉള്ളതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹീ ഈസ് ഇൻ റീഡിങ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോൾ പത്രം വായിക്കുന്നില്ല. ഇപ്പോൾ ഹീ ഈസ് ഇൻ റീഡിങ് ന്യൂസ് പേപ്പർ, അയാൾ ഇപ്പോൾ പത്രം വായിക്കുന്നില്ല പറയുമ്പോഴാണ് ഹീ ഈസ് ഇൻ റീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലായാൽ ഈ വ്യത്യാസങ്ങൾ കറക്റ്റായി നിങ്ങൾ മനസ്സിരുത്തി ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് സംസാരിക്കാനൊക്കെ വളരെ ഈസിയായിട്ട്, എഴുതാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റും. ഞാൻ ഉപയോഗിച്ച് പഠിച്ച് ഇങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത്ര കൃത്യമായി പറയുന്നത്. ഇനി നോക്കിക്കോളൂ. ഒരു ചോദ്യം അതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കൂ. ഡസ് ഹീ റീഡ് ന്യൂസ് പേപ്പർ? അയാൾ സ്ഥിരമായി പത്രം വായിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഡസ് ഹീ റീഡ് ന്യൂസ് പേപ്പർ. ഡസ് ഹീ സ്റ്റഡി എവരി ഡേ? ഡസ് ഹി സ്റ്റഡി എവരി ഡേ? എപ്പോഴും അവൻ പഠിക്കാറുണ്ടോ? എല്ലാ ദിവസവും പഠിക്കാറുണ്ടോ? അതേപോലെ ഈസ് ഹി റീഡിങ് ന്യൂസ് പേപ്പർ? അയാൾ പത്രം വായിക്കുന്നുണ്ടോ, ഇപ്പോൾ വായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ഈസ് ഹി റീഡിങ് ന്യൂസ് പേപ്പർ. വായിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കാനാണ് ഈസ് ഹി റീഡിങ് ന്യൂസ് പേപ്പർ. ഈസ് ഹി സ്റ്റഡിങ് എന്ന് വെച്ചാൽ അവൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുന്നതിന് ഡസ് ഹി സ്റ്റഡി എന്നാണ് ചോദിക്കേണ്ടത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കാനാണ് ഈസ് ഹി സ്റ്റഡിയിങ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഒന്ന് നോക്കിക്കോളൂ. നെഗറ്റീവിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഡസൻ ഹി റീഡ് ന്യൂസ് പേപ്പർ? അയാൾ പത്രം വായിക്കാറില്ലേ, അല്ലെങ്കിൽ അവൻ പത്രം വായിക്കാറില്ലേ എന്ന് ചോദിക്കാനാണ് അത് സ്ഥിരമായി വായിക്കാറില്ലേ എന്ന്. ഇന്ന് ഒരു ദിവസം വായിക്കുന്നില്ലേ എന്ന് പറയാനല്ല. ഡസൻ ഹി റീഡ് ന്യൂസ് പേപ്പർ എന്ന് ചോദിക്കുന്നത് അയാൾ പത്രം വായിക്കാറില്ലേ, പതിവായി പത്രം വായിക്കാറില്ലേ എന്ന് ചോദിക്കാനാണ് ഡസൻ ഹി റീഡ് ന്യൂസ് പേപ്പർ എന്ന് ചോദിക്കുന്നത്. ഈസ് ഇൻ ഹി റീഡിങ് ന്യൂസ് പേപ്പർ? അയാൾ പത്രം വായിക്കുന്നില്ലേ, അയാൾ ഇപ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഈസ് ഇൻ ഹി റീഡിങ് ന്യൂസ് പേപ്പർ. അയാൾ ഇപ്പോൾ അത് ചെയ്യുന്നില്ലേ, ഒരു കാര്യം ഒരാൾ ഇപ്പോൾ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ് ഹി, അല്ലെ ആർ ഇൻ ദേ എന്നൊക്കെ, ആർ ഇൻ ദേ, ഈസ് ഇൻ ഹി, ഈസ് ഇൻ ഷീ, ആർ ഇൻ വി എന്നൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ പറയുന്ന കാര്യമാണ്. അല്ലാത്തതിന് ഡോണ്ട് വി, ഡോണ്ട് ദേ, ഡസൻ ഹി, ഡസൻ ഷീ എന്നൊക്കെ ഉപയോഗിക്കും. ഈ കാര്യങ്ങളുടെ ഇതിൻ്റെ നിയമങ്ങൾ, ഇത് അത്ര വലിയൊരു ഗ്രാമർ നിയമങ്ങളെന്നല്ല, ഈ ഒരു നിയമങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വളരെ 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 ഈസി ആയിരിക്കും വാചകങ്ങൾ ഉണ്ടാക്കാൻ. നോക്കിക്കോളൂ.
ഇവിടെ പറഞ്ഞത് ഈസ് ആർ ആൻഡ് ഡു ഡസ് പാറ്റേൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈസ് ആർ ഡു ഡസും ഉപയോഗിച്ച് എങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കുന്നു നോക്കൂ. ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു കുറേ ക്വസ്റ്റ്യൻസ് വാട്ട്, വൈ, വെൻ, വേർ, ഹൂസ്, ഹൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞല്ലോ. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് എന്ന് പറഞ്ഞാൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ വാട്ട് ഈസ് എന്നുള്ളത് വാട്ട്സ്. പിന്നെ അതേമാതിരി അവിടെ ഞാൻ പറഞ്ഞു ഐ, യു, മൈൻ, യുവർ, യുവേഴ്സ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതുപോലെ അവിടെ നിന്ന് യുവർ എന്ന് വന്നിരിക്കുന്നു. നോക്കൂ, വാട്ട്സ് യുവർ പ്രോബ്ലം. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ഒരു പ്രശ്നം ആണല്ലേ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? വാട്ട്സ് യുവർ പ്രോബ്ലം. ഇവിടെ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടില്ലേ? വാട്ട്സ് യുവർ പ്രോബ്ലം, എന്താണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഈ വാട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വാട്ട്സ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ അതിന് ഉത്തരം പറയുന്നു ഐ കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല. ഐ കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കൂ. വാട്ട്സ് ദ മാറ്റർ, എന്താണ് കാര്യം. വാട്ട്സ് ദ മാറ്റർ, എന്താണ് കാര്യം. ഇനിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കൂ. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ, ഇവിടെ എന്താണ് നടക്കുന്നത്. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. ഇതേമാതിരി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഒത്തിരി സെൻറ്റൻസുകൾ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കൂ, വാട്ട്സ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താണ്. ഐ ആം സുനിൽ. വാട്ട്സ് യുവർ സിസ്റ്റേഴ്സ് നെയിം എന്ന് പറയാം. വാട്ട്സ് യുവർ മദേഴ്സ് നെയിം എന്ന് പറയാം. വാട്ട്സ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താണ്. ഐ ആം സുനിൽ, ഞാൻ സുനിലാണ്. വാട്ട്സ് ഹെർ നെയിം, അവളുടെ പേരെന്താണ്. ഷീസ് അർച്ചന, അവൾ അർച്ചനയാണ്. നോക്കിയില്ലേ, ഈസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ. അപ്പോൾ ഇതേമാതിരി നിങ്ങൾ മാക്സിമം സെൻറ്റൻസുകൾ സ്വന്തം ഉണ്ടാക്കിയിട്ട് സ്വന്തമായി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നോക്കൂ, വാട്ട്സ് ഷീ ഡൂയിങ്, വാട്ട് ഈസ് ഷീ ഡൂയിങ് എന്ന് വാട്ട്സ് ഷീ ഡൂയിങ് എന്നാണ് പറയുന്നത്. അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട്സ് ഷീ ഡൂയിങ്. വാട്ട് ഡസ് ഷീ ഡു, നോക്കൂ ഡസ് ഉപയോഗിക്കുന്നത് നോക്കൂ. വാട്ട് ഡസ് ഷീ ഡു, അത് പതിവായി ചെയ്യുന്നത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ ജോലി എന്താണ് കണ്ടോ. അവൾ എന്താണ് പതിവായി ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പതിവായി ചെയ്യുക പറഞ്ഞാൽ ജോലി ചെയ്യുക എന്നല്ലേ. അവളുടെ ജോലി എന്താണെന്ന് ചോദിക്കാൻ വാട്ട് ഡസ് ഷീ ഡു. വാട്ട് ഈസ് ഷീ ഡൂയിങ് എന്ന് ചോദിച്ചാൽ അവളുടെ ജോലി എന്താണെന്ന് വരത്തില്ല. അവൾ ഇപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് വാട്ട്സ് ഷീ ഡൂയിങ് എന്ന് ചോദിക്കാം. അവളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ വായിച്ചുകൊണ്ടിരിക്കുകയാണോ, എഴുതിക്കൊണ്ടിരിക്കുകയാണോ. വാട്ട്സ് ഷീ ഡൂയിങ് നൗ. നൗ ഇപ്പോൾ എന്താണെന്ന് പറയാനാണ് വാട്ട്സ് ഷീ ഡൂയിങ് ചോദിക്കുന്നത്. വാട്ട് ഡസ് ഷീ ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ ജോലി എന്താണെന്ന് ചോദിക്കാൻ അങ്ങനെയാണ് ചോദിക്കേണ്ടത്. പിന്നെ നോക്കൂ, വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ. വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. വാട്ട് ആർ യു ഡൂയിങ്. അല്ല നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ജോലി എന്താണ്, വാട്ട് ആർ യു ഡൂയിങ് എന്നല്ല ചോദിക്കേണ്ടത്. വാട്ട് യു ഡു, വാട്ട് യു ഡു, വാട്ട് ഡു യു ഡു, വാട്ട് യു ഡു. പതിവായി ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നിങ്ങളുടെ ജോലി എന്ന് ചോദിക്കാൻ വാട്ട് യു ഡു എന്നാണ് ചോദിക്കേണ്ടത്. നമുക്ക് ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഐ എം വെരി ബിസി ടുഡേ, ഞാൻ ഇന്ന് ഭയങ്കര തിരക്കിലാണ്. ആം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡു ഉപയോഗിച്ചുകൊണ്ട് അടുത്തൊരു വേർഡ് നോക്കൂ. ഡു യു വാച്ച് മൂവീസ്, നിങ്ങൾ സിനിമ കാണാറുണ്ടോ. ഉണ്ടോ. ഡു യു വാച്ച് മൂവീസ്, നിങ്ങൾ മൂവീസ് കാണാറുണ്ടോ. ഡോണ്ട് യു വാച്ച് ടി വി, നിങ്ങൾ ടി വി നോക്കാറില്ലേ. ഡോണ്ട് യു വാച്ച് ടി വി, നിങ്ങൾ ടി വി നോക്കാറില്ലേ. ഇനി അടുത്തത് നോക്കൂ. വേർ ഡു യു ബൈ ഗ്രോസറീസ്, നിങ്ങൾ എവിടുന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. വേർ ഡു യു ബൈ ഗ്രോസറീസ്. ഹൂസ് ബുക്ക് ഈസ് ദിസ്, ഇതൊക്കെ ഇതാരുടെ പുസ്തകമാണ്. ഹൂസ് ബുക്ക് ഈസ് ദിസ്, ആരുടെ. ഹൂസ് ഉണ്ടാവും. ബുക്ക് ഈസ് ദിസ്, ഇത് ആരുടെ പുസ്തകമാണ്. ഇതേമാതിരി നിങ്ങൾക്ക് ഇതേ പാറ്റേണിൽ നിങ്ങൾക്ക് എത്ര സെൻറ്റൻസുകൾ വേണ്ടിയെങ്കിലും സ്വന്തമായി ആലോചിച്ചുണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായി ഉണ്ടാക്കി നിങ്ങൾ പഠിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിരിക്കും. ഇനി അടുത്ത് നോക്കൂ. ഇറ്റ്സ് റെയിനിങ്, മഴ പെയ്യുകയാണ്. ഇറ്റ്സ് റെയിനിങ്, മഴ പെയ്യുകയാണ്. മൈ വാലറ്റ് ഈസ് മിസ്സിങ്, എൻ്റെ പേഴ്സ് കാണുന്നില്ല. മൈ വാലറ്റ് ഈസ് മിസ്സിങ്, എൻ്റെ പേഴ്സ് കാണുന്നില്ല. ഡു യു ലൈക്ക് ചോക്ലേറ്റ്സ്, നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണോ, മിഠായി ഇഷ്ടമാണോ. ഡു യു ലൈക്ക് ചോക്ലേറ്റ്സ്, നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണോ. ഐ ലൈക്ക് ഐസ്ക്രീം, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഐ ലൈക്ക് ഐസ്ക്രീം.
ഷീ ലൈക്സ് ഐസ്ക്രീം എന്ന് പറയാം. ദേ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയാം. ഹീ ലൈക്സ് ഐസ്ക്രീം എന്ന് പറയാം. മനോജ് ലൈക്സ് ഐസ്ക്രീം എന്ന് പറയാം. അതേപോലെ എത്ര വേണമെങ്കിലും മനോജ് ലൈക്സ് മാംഗോ എന്ന് പറയാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഹൗ ഡസ് ഹീ ഗോ? നിങ്ങൾ നോക്കിക്കോളൂ, ഇത് അയാൾ അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് പോകുന്നത്. അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, പതിവായി ചെയ്യുന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഹൗ ഡസ് ഹീ ഗോ എന്നുള്ള രൂപത്തിൽ ചോദിക്കുന്നത്. അവന് എങ്ങനെയാണ് സ്കൂളിൽ പോകാറ് നോക്കുള്ളൂ. അവൻ എങ്ങനെയാണ് സ്കൂളിൽ പോകാറെന്ന് പറയുന്നത് ഹൗ ഡസ് ഹീ ഗോ ടു സ്കൂൾ. അയാൾ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് എന്ന് പറയാൻ ഹൗ ഡസ് ഹീ ഗോ ടു വർക്ക്. ഹൗ ഡസ് ഹീ ഗോ. ഹൗ ഈസ് ഹീ ഗോയിങ് എന്ന് ചോദിക്കുന്നത് അവൻ എങ്ങനെയാണ് പോകുന്നതെന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. പക്ഷേങ്കിൽ ഹൗ ഈസ് ഹീ ഗോയിങ് ചോദിക്കുന്നത് അയാൾ ഇപ്പോഴെങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കാനാണ് ഹൗ ഈസ് ഹീ ഗോയിങ്. അയാൾ ഇപ്പോൾ കാറിലാണോ പോകുന്നത് എന്ന് ചോദിക്കണ്ടെങ്കിൽ ഹൗ ഈസ് ഹീ ഗോയിങ്, ഇപ്പോഴും പോകുന്നത്. എവിടെയോ മദ്രാസിൽ പോവുകയാണ്, ഇപ്പോൾ അയാൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹൗ ഈസ് ഹീ ഗോയിങ് എന്നാണ് ചോദിക്കേണ്ടത്. അയാൾ സ്ഥിരമായിട്ട് എന്തോ ഒരു കാര്യത്തിന് പോകുന്നത്, സ്ഥിരമായിട്ട് പോകുന്നത് ചോദിക്കാൻ വേണ്ടി ഹൗ ഡസ് ഹീ ഗോ എന്ന് ചോദിക്കും. ഇത് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ ഇതേ മാതിരി പാറ്റേണിൽ നിങ്ങൾക്ക് എത്ര സെൻറ്റൻസ് വേണമെങ്കിലും ഉണ്ടാക്കി പഠിക്കാൻ പറ്റും. ഇനി അടുത്തത് നോക്കിക്കോളൂ. മൈ കിഡ്സ് ഡോണ്ട് ലൈക്ക് ഉപ്മാ. എൻ്റെ കുട്ടികൾക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല. മൈ കിഡ്സ് ഡോണ്ട് ലൈക്ക് ഉപ്മാ. ദ ഹേറ്റ് ഉപ്മാ എന്ന് പറയാം. അവർക്ക് ഉപ്മാവ് ഇഷ്ടമല്ല എന്ന് പറയാം. ദ ഹേറ്റ്. ഇറ്റ്സ് മൈ ഫാൾട്ട്. ഇറ്റ് ഉപയോഗിച്ച് ഇറ്റും ഈസും ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ്സ് മൈ ഫാൾട്ട്, ഇതെൻ്റെ കുറ്റമാണ്. ഇറ്റ്സ് മൈ ഫാൾട്ട്. പിന്നെ ഇറ്റ്സ് യുവേഴ്സ് എന്ന് പറയാം. ഇതെല്ലാം നിങ്ങളുടേതാണെന്ന് പറയാം. ഇത് നിങ്ങളുടേതാണെന്ന് പറയാം. ഇറ്റ്സ് യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത്. ഇറ്റ്സ് യുവേഴ്സ് എന്ന് പറയാം. അതേമാതിരി എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാചകങ്ങൾ ഉണ്ടാക്കി പഠിക്കാവുന്നതാണ്. ഇതൊരു പാറ്റേൺ ആണ്. നമുക്ക് ഡു യു സ്വിം, ഡു ഉപയോഗിച്ചുകൊണ്ട് നോക്കും. ഡു യു സ്വിം, നിങ്ങൾ നീന്തുമോ. ഇത് ഞാൻ ഈ ഈസും ആറും ആമും ഡൂവും ഡസും മിക്സ് ചെയ്തിട്ടാണ് സെൻറ്റൻസ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഡു യു സ്വിം, നിങ്ങൾ നീന്തുമോ. ഡു യു സ്വിം. ഹൗ ഡു യു ഗോ, നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. ഇവിടെയും നോക്കൂ, ഹൗ ഡു യു ഗോ. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഡു യു ഗോ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. പതിവായി സ്ഥിരമായി നിങ്ങൾ എങ്ങനെയാണ് പോകാറ് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഹൗ ഡു യു ഗോ എന്ന് ചോദിച്ചത്. ഹൗ ആർ യു ഗോയിങ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കാൻ ഹൗ ആർ യു ഗോയിങ് നൗ. ഹൗ ആർ യു ഗോയിങ് നൗ എന്നില്ല, ഹൗ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുന്നത് ഇപ്പോഴെങ്ങനെയാണ് പോകുന്നത്. ഹൗ ഡു യു ഗോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, സ്ഥിരമായി എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഡു യു നോ മീ, നിങ്ങൾക്ക് എന്നെ അറിയുമോ. ഡു യു നോ മീ, നിങ്ങൾക്ക് എന്നെ അറിയുമോ. ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഹീസ് ഹാപ്പി ഇറ്റ് സീംസ്, അയാൾ സന്തോഷവാനാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഹീസ് ഹാപ്പി എന്നും പറയാം. ഐ തിങ്ക് ഹീസ് ഹാപ്പി, അല്ലെങ്കിൽ ഹീസ് ഹാപ്പി ഇറ്റ് സീംസ്, അയാൾ സന്തോഷവാനാണെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നോക്കൂ, ഡു ദേ നോ മീ, അവർക്ക് എന്നെ അറിയുമോ. ഡു ദേ നോ മീ, ഡു ദേ നോ മീ. ഹീ വാട്ടേഴ്സ് ദ പ്ലാന്റ്, അയാൾ ചെടിക്ക് വെള്ളമൊഴിക്കാറുണ്ട്. ഹീ വാട്ടേഴ്സ് ദ പ്ലാന്റ്, നമുക്ക് ഇവിടെ സിമ്പിളായിട്ടുള്ള പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. ഹീ വാട്ടേഴ്സ് ദ പ്ലാന്റ്, അയാൾ ചെടിക്ക് വെള്ളമൊഴിക്കുകയാണ്, പതിവായിട്ട് വെള്ളമൊഴിക്കാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഹീ വാട്ടേഴ്സ് ദ പ്ലാന്റ്. ഇപ്പോഴയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഹീ വാട്ടേഴ്സ് ദ പ്ലാന്റ് അല്ല പറയേണ്ടത്, ഹീ ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്. അയാൾ ചെടികൾക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ഹീ ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്. അത് സ്ഥിരമായി വെള്ളമൊഴിക്കാറുണ്ടെന്ന് അയാൾ ഹീ വാട്ടേഴ്സ് ദ പ്ലാന്റ്. ഈ ഒരു കാര്യം മാത്രം ഞാൻ കൂടുതൽ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് വളരെ വളരെ എളുപ്പമായിരിക്കും. വെൻ ഡു യു ഗോ, നിങ്ങൾ എപ്പോഴാണ് പോകാറ്. വെൻ ഡു യു ഗോ ടു സ്കൂൾ, നീ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്, സ്ഥിരമായിട്ട് പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ. വെൻ ആർ യു ഗോയിങ്, നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്, അതായത് ഇപ്പോഴെപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കാം. നീ പോകുന്നില്ല, ഇപ്പോൾ പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുമല്ലോ. നീ ഇപ്പോൾ അതുപോലെ നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്. വെൻ ആർ യു ഗോയിങ്. ഹി കംസ് ബൈ ട്രെയിൻ, നമുക്ക് വീണ്ടും ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ട്രെയിനിലാണ് വരാറ്, സ്ഥിരമായിട്ട് ട്രെയിനിലാണ് അയാൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹി കംസ് ബൈ ട്രെയിൻ എന്ന് പറയും. ഹീസ് കമ്മിങ് ബൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോൾ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ അവൻ ഹീ ഈസ് കമ്മിങ് ബൈ ട്രെയിൻ. ഹി കംസ് ബൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ട്രെയിനിലാണ് വരാറ് എന്ന് പറയുമ്പോഴാണ് ഹി കംസ് ബൈ ട്രെയിൻ എന്ന് പറയുന്നത്. ഹീ ഈസ് കമ്മിങ് ബൈ ട്രെയിൻ എന്ന് പറയുന്നത് അവൻ ഇപ്പോൾ ട്രെയിനിലാണ് വരുന്നതെന്ന് പറയാനാണ്. ഇപ്പോൾ നോക്ക്, ഞാൻ വളരെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്കെല്ലാം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുന്നതായിരിക്കും. മനസ്സിലായെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി
വീഡിയോ കണ്ടിട്ട് അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക അറിയാത്ത ആൾക്കാർ. ഇനി നോക്കൂ, ഈ പ്രസൻറ്റ് ടെൻസ് തന്നെ ഹാസും ഹാവും പാറ്റേണിൽ എങ്ങനെയാണ് വാചകങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് വളരെ എളുപ്പമാണ്. ഞാൻ മുമ്പ് വിവരിച്ചത് തന്നെയാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അത് ക്ലിയറായിട്ട് വിവരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ വളരെ ഈസി ആകും. നോക്കിക്കോളൂ. ഹാസും ഹാവും ഉണ്ട്, ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹാസും ഹാവ് ഉപയോഗിക്കും. അതേമാതിരി നിങ്ങൾക്ക് സ്വന്തമായി ഒരു കാര്യമുണ്ട്, സ്വന്തമായി ഒരു ഐറ്റം ഉണ്ട് എന്ന് പറയാനും ഹാസും ഹാവും ഉപയോഗിക്കും. ഹി ഹാസ് ഗോൺ ടു ചെന്നൈ. അയാൾ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ, മുമ്പ് പോയിട്ടുണ്ട് എന്നല്ല, എപ്പോഴോ പോയിട്ടുണ്ട്. ഹി ഹാസ് ഗോൺ ടു ചെന്നൈ. ഇവിടെ ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. അതായത് ഗോൺ, അയാൾ ഗോ, വെൻറ്റ്, ഗോൺ, മൂന്നാമത്തെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോൺ എന്ന് അതൊരു പ്രവൃത്തിയാണ്. അയാൾ പോവുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മൾ ഹാവും ഹാസും ഉപയോഗിക്കുന്നു. നോക്കിക്കോളൂ, അതിൻ്റെ നെഗറ്റീവ് എങ്ങനെ ഉണ്ടായിരിക്കും നോക്കൂ. ഹി ഹാസിൻറ്റ് ഗോൺ ടു ചെന്നൈ എന്നാണ്. ആ ഹാസിൻ്റെ കൂടെ ഒരു നോട്ട് ചേർക്കും. ഹി ഹാസ് നോട്ട് ഗോൺ ടു ചെന്നൈ എന്ന് പറഞ്ഞാൽ ഹി ഹാസിൻറ്റ് ഗോൺ ടു ചെന്നൈ. അയാൾ ചെന്നൈയിലേക്ക് പോയിട്ടില്ല. ഹി ഹാസിൻറ്റ് ഗോൺ ടു ചെന്നൈ. ഇവിടെയും ആ പ്രവൃത്തി പറയുമ്പോഴാണ് ഹാസിൻറ്റ് എന്ന് വന്നത്. ഇനി അവൻ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാസിൻ ഹി ഗോൺ ടു ചെന്നൈ. ഇവിടെയും അതൊരു മെയിൻ വെർബായിട്ട് ആണ് ഗോൺ വന്നിരിക്കുന്നത്. ഹാസ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഹെൽപ്പിംഗ് വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടും ഹാസും വെർബാണ്. ഗോൺ എന്ന് പറയുന്നതും വെർബാണ്. ഗോൺ എന്ന് പറയുന്നത് മെയിൻ വെർബും ഹാസ് ഹെൽപ്പിംഗ് വെർബുമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹാസിൻ്റെ എന്ന് ഉപയോഗിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി നോക്കിക്കോളൂ. ഹാസൻ ഹി ഗോൺ ടു ചെന്നൈ. അയാൾ ചെന്നൈയിലേക്ക് പോയിട്ടില്ലേ. ഹാസൻ ഹി ഗോൺ ടു ചെന്നൈ. ഇനി അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ എന്നെ വളരെ കൃത്യമായി മനസ്സിലാകുന്ന നോക്കിക്കോളൂ. ഷീ ഹാസ് എ കാർ. അവൾക്ക് ഒരു കാറുണ്ട്. ഇവിടെ ഹാസ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ വേറെ ഒരു പ്രവൃത്തിയും ഇവിടെ ഒരു പ്രവൃത്തി നടക്കുന്നില്ല. നമുക്ക് ഇവിടെ ഒരു പ്രവൃത്തിയില്ല. അയ്യോ, എനിക്ക് സ്വന്തമായ ഒരു സാധനം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നെഗറ്റീവ് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഷീ ഡസിൻ ഹാവ് എ കാർ എന്നാണ് പറഞ്ഞത്. ഷീ ഡസിൻ ഹാവ് എ കാർ. ഇവിടെ ആ ഡസിൻ്റ് എന്നുള്ളത് ഹെൽപ്പിംഗ് വെർബ്, മെയിൻ വെർബ് ഹാവ് വരുന്ന സമയത്ത് നമ്മൾ ഡസിൻ ഹാവ് എന്നാണ് നെഗറ്റീവിൽ ഉപയോഗിക്കേണ്ടത്. ഈ കാര്യം കൂടി നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് സ്വന്തമായി ഒരു സാധനമുണ്ട്, നമുക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രവൃത്തി നടക്കാതെ നമ്മൾ ഈ ഹാസും ഹാവും മെയിൻ വെർബായിട്ട് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ഡസിൻ്റെ അല്ലെങ്കിൽ ഡോണ്ട് എന്ന് നെഗറ്റീവിൽ ഉപയോഗിക്കണം. അതേമാതിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ഡസ് അല്ലെങ്കിൽ ഡസിൻ്റെ എന്ന് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നതിന് ഇങ്ങനെയുള്ള സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, നമുക്കുണ്ട് എന്ന് പറയുമ്പോഴാണ് അങ്ങനെ വരുന്നത്. നോക്കിക്കോളൂ, അവൾക്ക് കാറില്ല. ഷീ ഡസിൻ ഹാവ് എ കാർ. നോക്കൂ, ഡസ് ഷീ ഹാവ് എ കാർ. ഡസ് ഷീ ഹാവ് എ കാർ. അവൾക്ക് കാർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഹാസ് ഷീ എ കാർ എന്ന് ചോദിക്കരുത്. അയാൾക്ക് കാർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഹാസ് ഷീ എ കാർ എന്നല്ല ചോദിക്കേണ്ടത്. ഡസ് ഷീ ഹാവ് എ കാർ എന്നാണ് ചോദിക്കേണ്ടത്. ഇത് കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കും കുറച്ച് പഠിച്ച ആൾക്കാർക്കും സംശയം വരുന്നൊരു കാര്യമാണിത്. അതുപോലെ ഡസിൻ ഷീ ഹാവ് എ കാർ. ഡസിൻ ഷീ ഹാവ് എ കാർ. അവൾക്ക് കാർ ഇല്ലേ. ഹാസിൻ ഷീ എ കാർ അല്ല ചോദിക്കേണ്ടത്. ഓക്കെ, ഡസിൻ ഷീ ഹാവ് എ കാർ എന്നാണ് ചോദിക്കുന്നത്. അവൾക്ക് കാറില്ലേ. കാരണം ഇവിടെ ഹാവ് വന്നിരിക്കുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് വന്നിരിക്കുന്നത് മെയിൻ വെർബാണ്. ഇപ്പോൾ ഡസ് വന്നിരിക്കുന്നത് ഹെൽപ്പിംഗ് വെർബായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ചോദിക്കേണ്ടത്. ഇപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാമല്ലോ. ഇനി നമുക്ക് വാചകങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ദേ ഹാവ് 2 children. അവർക്ക് 2 കുട്ടികളുണ്ട്. ദേ ഹാവ് 2 children. ഐ ഹാവ് ഓൺലി 1 son. എനിക്ക് ഒരു കുട്ടിയേ ഉള്ളൂ. ഐ ഹാവ് ഓൺലി 1 son. യു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈം. നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. യു ഹാവ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈം ഉണ്ടോ. ഹാവ് എങ്ങനെയാണ് ഇവിടെ ഹാവ് മെയിൻ വെർബായിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ ഹാവ് മെയിൻ വെർബായിട്ടാണ് വരുന്നത്. ഹാസൻ ഷീ കം. ഇവിടെ നോക്കൂ, അവൾ വന്നിട്ടില്ല. ഇവിടെ കം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. വരിക എന്നുള്ളത് ഒരു വെർബാണ്. അപ്പോൾ ഹാസ് എന്നുള്ളതും ഒരു വെർബ്. ഹാസ് ഇവിടെ ഹെൽപ്പിംഗ് വെർബും കം എന്നുള്ളത് മെയിൻ വെർബുമാണ്. ഇവിടെ ഹാസിൻ്റെ എന്ന് ഉപയോഗിച്ചു കണ്ടോ. ഇവിടെ ഡസിൻ ഷീ ഹാവ് എന്നൊന്നും അങ്ങനെ വരുന്നില്ല. ഹാസിൻ ഷീ എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്. ഹാസിൻ ഷീ കം. അവൾ വന്നിട്ടില്ലേ. ഹാസ് ഷീ കം. അവൾ വന്നോ. അനിൽ ഹാസ് സ്പോക്കൺ ടു മീ. അനിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്. പറയുക എന്നുള്ള ഒരു
വെർബാണ്. ഹാസ് എന്നുള്ളതും ഒരു ഹെൽപ്പിംഗ് വെർബും മെയിൻ വെർബാണ്. അനിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അനിൽ ഹാസ് സ്പോക്കൺ ടു മീ. ഹാസ് ഹി സ്പോക്കൺ ടു യു? അയാൾ നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഹാസ് ഹി സ്പോക്കൺ ടു യു? രവി ഹാസ് എ ഡോഗ്. രവിക്ക് ഒരു നായയുണ്ട്. പ്രിയ ഡസൻ ഹാവ് എ ഡോഗ്. പ്രിയയ്ക്ക് നായയില്ല. നോക്കൂ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. രവി ഹാസ് എ ഡോഗിൽ ഹാസ് ഒരു വെർബ് മാത്രമേ ഉള്ളൂ, അത് മെയിൻ വെർബാണ്. അതുകൊണ്ട് ഡസൻ്റ് എന്ന് ഇവിടെ വെച്ച് നോക്കൂ. അതുമാതിരി ഇപ്പോൾ പ്രിയ ഡസൻ ഹാവ് വന്നിട്ട് മെയിൻ വെർബ് ആകുമ്പോൾ പ്രിയ ഡസൻ ഹാവ് എ ഡോഗ്. പ്രിയയ്ക്ക് നായയില്ല. ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് ഇതൊരു 2 പാറ്റേണുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഹാസും ഹാവും ഉള്ള പാറ്റേണും പിന്നെ ഈസ് ആർ ആമും ഡു ഡസ് ഉള്ള ഇത് വെറും പ്രസൻറ്റ് ടെൻസിലുള്ള പാറ്റേണുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാറ്റേണുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആയിരക്കണക്കിന് സെൻറ്റൻസുകളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് നിങ്ങൾക്ക് സംശയം വരുന്ന ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം ഇതേ പാറ്റേണിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാനിവിടെ എടുത്തെടുത്ത് പറയുകയാണ്. നമുക്ക് ഈ പറയുന്ന നിയമങ്ങൾ പഠിക്കാനേ പറ്റൂ. നിയമങ്ങൾ പഠിച്ചതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയണമെന്നില്ല. സംസാരിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കണം. ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉണ്ടാക്കണം. ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരത്തില്ല. നമ്മൾ ഓരോ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മളതിൽ ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. നമ്മൾ കേരളത്തിലുള്ളവരാണെങ്കിൽ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനാണ് കുട്ടികളോടൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ സ്വന്തമായി മിററിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് സംസാരിച്ചോ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ വളരെ ഈസിയാണ്. അവർക്ക് സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം മലയാളം പറയാൻ ഇല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങൾ അവർക്ക് വേറെ ഭാഷയിലുള്ള ആൾക്കാരുണ്ട്. അവർ കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേമാതിരി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം. ഗുഡ് ബൈ.